കൊലക്കേസിലെ ശിക്ഷ ഇന്ത്യൻ പീനൽ കോഡിന്റെ 302 വകുപ്പിൽ പറയുന്നതാണ്. അതിൽ പറയുന്നത് വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവും പിഴയും. ഇതാണ് ശിക്ഷ പറഞ്ഞേക്കുന്നത്. ഈ വധശിക്ഷ എന്ന് പറയുന്നത് അതിൽ ഉയർന്ന ശിക്ഷയും കൂടിയ ശിക്ഷയും, ജീവപര്യന്തം തടവും പിഴയും എന്ന് പറയുന്നത് അതിൻ്റെ ലെസർ ആൾട്ടർനേറ്റീവ് എന്ന് പറയും. അതായത് അതിൽ കുറഞ്ഞ ശിക്ഷയും എന്ന് പറയും. അപ്പോൾ ഈ വധശിക്ഷ കൊടുക്കണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ, നമ്മുടെ CRPC അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ 354 വകുപ്പ് അനുസരിച്ചാണ്, അതിലൊന്നിലാണ് അത് പറയുന്നത്. അപ്പോൾ അതായത് സ്പെഷ്യൽ റീസൺസ് വേണമെന്നാണ്. സ്പെഷ്യൽ റീസൺസ്, പ്രത്യേക കാരണങ്ങൾ. അതെന്താണ് ഈ പ്രത്യേക കാരണങ്ങൾ എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് വിവക്ഷിച്ചിരിക്കുന്ന ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ബച്ചൻ സിംഗ് കേസിലാണ്. ആ കേസിലെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ്. ആ വിധിയിൽ എന്തൊക്കെയായിരിക്കണം ഈ വധശിക്ഷ കൊടുക്കാനുള്ള കാരണങ്ങൾ, അതായത് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് എന്തൊക്കെ വേണം, അതിൻ്റെ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ്, അത് കൂടിയ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതായത് സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ കുറഞ്ഞ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് അയാൾക്ക് ഇളവ് കിട്ടേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അവിടെ നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ്, അതായത് കൂടിയ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് മുന്നിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ റീസൺസ് ആണ്, വധശിക്ഷ കൊടുക്കേണ്ടതായിട്ട് വരും. അതിൽ കുറഞ്ഞ കാര്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറഞ്ഞ സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലെസർ ആൾട്ടർനേറ്റീവ്, അതായത് ജീവപര്യന്തം തടവും പിഴയും. ഇതാണ് ഇന്ത്യൻ നമ്മുടെ യഥാർത്ഥത്തിൽ ബച്ചൻ സിംഗ് കേസിന്റെ പ്രിൻസിപ്പിൾ അതാണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതെന്നുള്ളത് ഈ ട്രയൽ ജഡ്ജി, അതായത് വിചാരണ കോടതിയുടെ ഒരു ഉത്തരവാദിത്തത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ ഈ ചില പ്രത്യേക കേസുകൾ, ഉദാഹരണമായിട്ട് അതായത് ബോൾഡ് ഡയബോളിക്കലായിട്ടുള്ള മർഡർ, അതായത് ബ്രോഡ് ഡേ ലൈറ്റിൽ, പകൽ വെളിച്ചത്തിൽ പരസ്യമായിട്ട് ഒരു കൊലപാതകം നടത്തുക, അത് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആണ്. അതേപോലെ തന്നെ ഈ പ്രതിക്ക് ഏതെങ്കിലും മുൻകാല കുറ്റകൃത്യങ്ങൾ, ആൻറ്റിസിഡൻസ്, ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഉണ്ടെങ്കിൽ അതും യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക കാരണങ്ങളിൽ പെടുന്ന കൂടിയൊരു കാരണമാണ്. പിന്നെ ഇതേപോലുള്ള കുറ്റകൃത്യങ്ങൾ, അതായത് ഇപ്പം ചെയ്ത പോലുള്ള കുറ്റകൃത്യങ്ങൾ അയാൾ ഏതെങ്കിലും മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രത്യേക സാഹചര്യമായിട്ട് കണക്കാക്കാം. പിന്നെ പ്രായം വളരെ കുറഞ്ഞത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യമായിട്ട് മാറണം. അതും കുറഞ്ഞ സാഹചര്യമായിട്ട് കണക്കാക്കാം, അതായത് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ പിന്നെ അതായത് ഈ വിക്റ്റിം, അതായത് ഇതിൽ ഇരയാക്കപ്പെടുന്ന ആളിൻ്റെ ഇരയുടെ ആ സാഹചര്യം അത് കോടതി നോക്കണം. അതായത് ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു വുമൺ എന്നിരിക്കട്ടെ, ഒരു സ്ത്രീ, സഹായമൊന്നുമില്ല, അവർക്ക് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഒരു സ്ത്രീ, അത് വളരെ വലിയൊരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആണ്. അതേപോലെ തന്നെ പ്രീമെഡിറ്റേറ്റഡ് മർഡർ, അതായത് മുൻകൂട്ടി തീരുമാനിച്ച കൊലപാതകം ചെയ്യണമെന്നുള്ള എല്ലാ പ്രിപ്പറേഷനും നടത്തി റെഡിയാക്കി, ഒരു സ്പർ ഓഫ് എ മൂവ്മെന്റിലല്ല, അതായത് പെട്ടെന്നുള്ള ഒരു നടപടിയിലൂടെ അല്ല ഒരു കൊലപാതകം നടക്കുന്നത്, നേരെ കാലേ കൂട്ടി തീരുമാനിച്ചുറച്ച് വന്ന് നടത്തുന്ന ഒരു കൊലപാതകം, അത് ഏറ്റവും വലിയൊരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു ജോലിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ കൊലപ്പെടുത്തുക, അയാളുടെ ഡ്യൂട്ടി നിർവഹണത്തിനിടയിൽ അയാളെ മർഡർ നടത്തുക, അതൊക്കെ എന്നൊക്കെ പറയുന്നതും എല്ലാം അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആണ്. സമൂഹത്തിൽ ഒരു മെസ്സേജും കൂടെ കൊടുക്കാനുണ്ട് കോടതികൾക്ക്. അതായത് അത് ശിക്ഷയുടെ പ്രിൻസിപ്പിളാണ്. ശിക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിവെന്റീവ്, ഡിറ്ററന്റ് കേട്ടോ, റെഫർമേറ്റീവ് ആൻഡ് റിട്രിബ്യൂട്ടീവ് എന്ന് പറയുന്ന 4 പ്രിൻസിപ്പിളാണ്. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പാമ്പ് കടിക്കാൻ വരുന്നു, അതിനെ അടിച്ചു കൊല്ലുന്നു, അത് പ്രിവെന്റീവ് ആണ്, അതിനെ അങ്ങ് ഉന്മൂലനം ചെയ്യുന്നു. അപ്പോൾ അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി ഡിറ്ററന്റ് എന്ന് പറയുന്നത് ഒരു കർശനമായ ശിക്ഷ ഇങ്ങനെയുള്ള കേസിൽ കൊടുത്താൽ അത് സമൂഹത്തിലൊരു മെസ്സേജാണ്. അപ്പോൾ ഡിറ്ററൻസിന്റെ പ്രിൻസിപ്പിൾ അവിടെ ഉണ്ട്, കഠിനമായ ശിക്ഷ, അതാണ്. പിന്നെ റിട്രിബ്യൂട്ടീവ്, പ്രതികാരവാഞ്ച. പ്രതികാരവാഞ്ച എന്ന് പറയുന്നത്
ഈ കൊല്ലപ്പെട്ട പെൺകുട്ടികൾക്ക് മാതാപിതാക്കൾക്കോ അല്ലെ ബന്ധുക്കൾക്കോ പ്രതികാര വാഞ്ച ഉണ്ടാവാം. അത് ഇവനെ ഒരു വധശിക്ഷ കൊടുക്കുമ്പോൾ അത് അവരുടെ ഒരു ആഗ്രഹമാണ്. ഒന്ന് റെഫർമേറ്റീവ്, ഇവനെയൊക്കെ അതായത് റിഫോം ചെയ്തെടുക്കുക കേട്ടോ, ഇത് മാനസിക രോഗമാണത് എന്നുള്ള രീതിയിൽ കരുതുക. ഇതെല്ലാം മാനസിക രോഗമാണെന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ പെൺകുഞ്ഞുങ്ങൾ എങ്ങനെ ഇറങ്ങി റോഡിൽ നടക്കും? അവരെങ്ങനെ അവരുടെ വീട്ടിൽ താമസിക്കും? അവരെങ്ങനെ കോളേജിലോ സ്കൂളിലോ പോകും? ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇതെല്ലാം കോടതികളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ ശിക്ഷ കുറഞ്ഞുപോയി എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. വധശിക്ഷ കൊടുക്കണമായിരുന്നു. കാരണം സമൂഹത്തിൽ ഇങ്ങനൊരു ബോധ്യം വേണം, ഒരു അവബോധം ഉണ്ടാവണം. അത് വേണം. ഈ കാണുന്നവൻ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കും. ഈ വധശിക്ഷ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഈ 10-20 പേരെ ആവശ്യമില്ലാതെ വധശിക്ഷ കൊടുക്കുന്ന കേസുകൾ പോലല്ല ഞാൻ ഈ പറയുന്നത്. ഇതിനകത്ത് ഇങ്ങനെയുള്ള കേസുകൾ വധശിക്ഷ കൊടുക്കുമ്പോൾ യമനൊക്കെ രണ്ടാമതൊന്ന് ആലോചിക്കും ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, അന്നേരം വധശിക്ഷ അങ്ങ് ജീവപര്യന്തം ആക്കി അങ്ങ് ഹൈക്കോടതി അങ്ങ് റെഡിയാക്കി തരുമെന്ന് അങ്ങനെ ഒന്നും റെഡിയാക്കി കൊടുക്കാനൊന്നുമില്ല. ഇങ്ങനെയുള്ള കേസിനകത്ത് ഞാൻ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ വെച്ച് യഥാർത്ഥത്തിൽ വധശിക്ഷ കൊടുക്കേണ്ട കേസാണ് ഇതൊക്കെ. അതൊക്കെ അങ്ങനെ അങ്ങ് മാറ്റത്തൊന്നുമില്ല. മാറ്റാതിരിക്കുമ്പോൾ ഈ കൊലക്കയറിൻ്റെ ഓർമ്മയുണ്ടല്ലോ, ഓടുകൂടി അവൻ കഴിയുന്ന കാലമുണ്ടല്ലോ, യഥാർത്ഥത്തിൽ അതൊരു ശിക്ഷയാണ്. അങ്ങനെങ്കിലും അവനൊരു മാനസിക പരിവർത്തനം ചിലപ്പോൾ ഉണ്ടായിരിക്കും. അല്ലാതൊന്നും ഇവനൊന്നും മാനസിക പരിവർത്തനമൊന്നും ഉണ്ടാവത്തില്ല. അതായത് ഭിക്ഷയെടുത്തും തെണ്ടി നടന്നും റോഡിലൂടെയൊക്കെ നടക്കുന്ന ഒരുത്തൻ പെൺകുഞ്ഞിനെയൊക്കെ കൊന്നിട്ട്, പെൺകുട്ടികളെ ഇതുപോലെ കൊന്നിട്ട് കൊലപ്പെടുത്തിയിട്ട് ജയിലിൽ കിടന്ന് തിന്ന് തടിച്ചു കൊടുക്കുന്നത് കാണാനാണോ നമ്മൾ ഇരിക്കേണ്ടത്? അത് ചിന്തിക്കേണ്ടതാണ്. ഈ ചിന്ത കോടതികൾക്കുണ്ടാവണം.